എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ കുഞ്ഞൻ നറൂട്ടോ അവൻ ഒത്തിരി സ്നേഹത്തോടും നിറഞ്ഞ സന്തോഷത്തോടും ഒരുപാട് വിഷമത്തോടും കൂടെ അവൻ്റെ അച്ഛൻ്റെ പ്രതിമ അത് നോക്കി നിൽക്കുകയാണ്. അവൻ കൈകൊണ്ട് ആ പ്രതിമ മറച്ചും അതിനെ ചേർത്ത് പിടിച്ചും ഒരുപാട് വാത്സല്യത്തോടു കൂടെ അതിനോടൊപ്പം കളിക്കും. അതിനുശേഷം അല്പസമയം കഴിഞ്ഞ് അവനിപ്പോ ഗ്രാമത്തിലേക്ക് അങ്ങനെ നടന്നു വരും. അവിടെ മുഴുവൻ ജനങ്ങൾ നറൂട്ടോയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവര് പരസ്പരം പറയും, ഇവനാണ്, ഇവൻ തന്നെയാണ്, ഇവന്റെ ബോഡിയിലാണ് അതുള്ളതെന്നൊക്കെ പറഞ്ഞ് നറൂട്ടോയെ നോക്കി കാര്യമായിട്ട് എന്തൊക്കെയോ പറയും. അപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ബോള് അതങ്ങനെ ഉരുണ്ടു ചെന്ന് നറൂട്ടോയുടെ അടുത്തേക്ക് വീഴും. നറൂട്ടോ ആണെങ്കിൽ ആ ബോള് കണ്ട സന്തോഷത്തില് അത് കയ്യിലെടുക്കും. അത് കണ്ട് കൂടിയിരുന്ന ജനങ്ങള് അവര് നിലവിളിച്ചു പറയും, ആ ബോള് തൊടാൻ പാടില്ല, നീ ഒരു മോൺസ്റ്റർ ആണ്, അത് താഴെയിട്. അത് കേട്ട് നറൂട്ടോ അവൻ ഒരുപാട് വിഷമാവും. ഒരുപാട് വേദനിച്ച അവന്റെ കുഞ്ഞു മനസ്സ് അവൻ ആ ബോൾ വലിച്ചെറിഞ്ഞ് അവിടുന്ന് മുൻപോട്ടേക്ക് ഓടും. കുറച്ച് മുൻപിൽ എത്തുമ്പോഴായിരിക്കും അടുത്ത് ഒരു ഹോട്ടൽ കാണാ. അവനാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഇറൂക്ക സെൻസായും കുറച്ച് ഷിനോബിമാരും അവിടെ ഇരുന്ന് നൂഡിൽസ് കഴിക്കുകയാണ്. അവൻ കയ്യിലുള്ള പണം അത് എണ്ണി നോക്കും. അതാണെങ്കിൽ വളരെ കുറവ്. പക്ഷെ വിശപ്പിന്റെ വെളി അത് കാരണം നറൂട്ടോയ്ക്ക് ആണെങ്കിൽ അടങ്ങി നിൽക്കാൻ കഴിയില്ല. നറൂട്ടോ ഉഷാറായിട്ട് ഇപ്പൊ ഹോട്ടലിനടുത്തേക്ക് ഓടും. അപ്പൊ അതേ സമയം ലോങ് ഷോട്ടില് നറൂട്ടോ ഓടുന്നത് നോക്കി സാക്ഷാൽ സാസുക അവൻ അങ്ങനെ നിൽക്കുകയാണ്. സാസുക വണ്ടടിച്ച് നറൂട്ടോയെ നോക്കും. ഇങ്ങനെ ഒരു പയ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇവനെ കാണാനും ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ എന്ന് കരുതി സാസുകയാണെങ്കിൽ കണ്ണിമ വെട്ടാതെ നറൂട്ടോയെ നോക്കും. ഉടനെ അവിടെയുള്ള ജനങ്ങളെല്ലാവരും നറൂട്ടോയെ കൈ ചൂണ്ടി കുറ്റപ്പെടുത്താൻ ആരംഭിക്കും. ഇവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഫോർത്ത് ഹോക്കാഗ അദ്ദേഹം മരണപ്പെട്ടത്. നറൂട്ടോയ്ക്കാണെങ്കിൽ അത് താങ്ങാൻ കഴിയില്ല. അവൻ ഭക്ഷണം കഴിക്കാതെ അവന്റെ വീട്ടിലേക്ക് ഓടും. ഒരുപാട് സങ്കടത്തില് അവനിപ്പോ ബെഡിൽ കിടക്കുകയാണ്. അവനോട് കൂട്ടുകൂടാൻ, ഒന്നിച്ച് കളിക്കാൻ അങ്ങനെ ആരും തന്നെ അവനിപ്പോ ഇല്ല. അവൻ എല്ലാ ദിവസവും ഒറ്റയ്ക്ക് വയലിൽ കളിച്ചും കല്ലൊക്കെ എടുത്തെറിഞ്ഞ് ശുരീങ്കം പ്രാക്ടീസ് ചെയ്തും അവന്റെ ദിവസങ്ങൾ തള്ളി നീക്കും. അങ്ങനെ ഇരിക്കെയാണ് അവന് കാട്ടിൽ നിന്ന് കുറച്ച് കൂണുകളൊക്കെ കിട്ടുക. അവനത് മുഴുവൻ പറിച്ച് ഇപ്പൊ കൊട്ടയിലാക്കും. അവനാണെങ്കിൽ അത് കണ്ട് ഒരുപാട് സന്തോഷാവും. ഉറപ്പായിട്ടും ഞാൻ ഇത് വെച്ച് ഒരു അടിപൊളി ഡിഷൊക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞ് അവൻ അടുത്തുള്ള നദിക്കരയിൽ ഇരുന്ന് അവൻ ചൂണ്ടയിടുകയാണ്. മണിക്കൂറുകളോളം ഇരുന്ന് അവൻ 3 മീനിനെ പിടിക്കും. അതിനുശേഷം ഈയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ആള് ഹായ് ആയിട്ട് അത് വറുത്ത് തിന്നും. അപ്പോഴായിരിക്കും തേർഡ് ഹോക്കാഗ ആൾ അവന്റെ അടുത്തേക്ക് വരിക. ഹോക്കാഗെ കണ്ട് നറൂട്ടോ അവൻ പേടിച്ച് വരയ്ക്കും. നറൂട്ടോ ചോദിക്കും, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരാൻ പേടിയൊന്നുമില്ലേ? ഹോക്കാഗ കാഷ്വലായിട്ട് പറയും, ഞാനൊരു വഴിപോക്കൻ അപ്പൂപ്പനാണ്, നിന്നെ കണ്ടപ്പോ ഞാൻ ഇവിടേക്ക് വന്നു. കുഞ്ഞു നറൂട്ടോയ്ക്കാണെങ്കിൽ ഹോക്കാഗെ ആരാണെന്നോ അദ്ദേഹം എങ്ങനെ ഇരിക്കുമെന്നോ ഒന്നും അറിയില്ല. നറൂട്ടോ ഹോക്കാഗയോട് ചോദിക്കും, അപ്പൂപ്പന് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടെങ്കിൽ ഇതിലൊരു മീനെടുത്ത് നിങ്ങൾ കഴിച്ചോളൂ. ഹൊക്കായ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. ആളിപ്പോ അവൻ കൊടുത്ത മീൻ അത് കുറേശ്ശെയായിട്ട് കഴിക്കാൻ ആരംഭിക്കും. അപ്പൂപ്പനാണെങ്കിൽ ഇപ്പൊ മുകളിലുള്ള ആകാശത്തിലെ നക്ഷത്രങ്ങളും അമ്പിളിമാമനെയൊക്കെ കുട്ടപ്പന് കാണിച്ചു കൊടുക്കും. കുട്ടപ്പൻ വണ്ടടിച്ച് ചോദിക്കും, ഗ്രാൻഡ് പാ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാമല്ലേ? ആക്ച്വലി ഇങ്ങനെയുള്ള അറിവൊന്നും എനിക്ക് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. അതിന് ഹൊക്കാഗ പറയും, അതെ, ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഈ പ്രകൃതിയിലുണ്ട്. നമ്മൾ ജീവിക്കുന്നത് പോലും ഇത്രയും സുന്ദരമായ ഒരു ഭൂമിയിലാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വീണ്ടും ഫുഡ് കഴിക്കും. അതിനുശേഷം കുട്ടപ്പൻ അവന്റെ സ്പെഷ്യൽ മഷ്റൂം ജ്യൂസ് അതൊക്കെ റെഡിയാക്കി അപ്പൂപ്പന്റെ മുൻപിൽ വെക്കും. ഗ്രാൻഡ് പാ, ഇതെന്റെ സ്പെഷ്യൽ മഷ്റൂം സൂപ്പാണ്, നിങ്ങൾക്കിത് ഒരല്പം കുടിക്കാൻ വേണോ? ഹോക്കാഗ ആണെങ്കിൽ സന്തോഷത്തോടു കൂടെ അതും കുടിക്കും. എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന് എന്റെ കൂടെ ഇത്രയും ടൈമൊന്നും ആരും ഇതുവരെ സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പൂപ്പ മാത്രമാണ് അതൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ അപ്പൂപ്പന് തരുന്നതെന്ന് പറഞ്ഞ് അവർ ഒത്തിരി സന്തോഷത്തോടു കൂടെ ഫുഡൊക്കെ കഴിച്ചും സൂപ്പ് കുടിച്ചും അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നറൂട്ടോ വീണ്ടും പാടത്തും പറമ്പിലും ഓടിക്കളിച്ചും തുമ്പിയെ പിടിച്ചും പക്ഷികളെ കണ്ടും അങ്ങനെ അവന്റെ ദിവസങ്ങൾ ഒന്നൊന്നായി തള്ളി നീക്കിക്കൊണ്ടേയിരിക്കും. നറൂട്ടോ ഓടിപ്പോയി അവന്റെ പപ്പയുടെ പ്രതിമ അതിന്റെ മുകളിൽ നിന്ന് ഇപ്പോൾ ചിറകൊക്കെ ഫിറ്റ് ചെയ്ത് താഴേക്ക് പറന്നു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെജിയെ കാണിക്കും. നെജി ആണെങ്കിൽ അവന്റെ പപ്പയായിട്ട് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നെജിയുടെ പപ്പയാണെങ്കിൽ അവനൊരു കുട്ടിയാണെന്ന് പോലും ചിന്തിക്കാതെ നല്ല ഫാസ്റ്റില് നല്ല പവറില് അവനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പപ്പ ഒരുപാട് തവണ അവനോട് ഫൈറ്റ് നിർത്താം എന്ന് ആവശ്യപ്പെടും. പക്ഷെ നെജി ആണെങ്കിൽ വീണ്ടും ആ ഫൈറ്റിംഗ് ട്രെയിനിങ് അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് കേട്ട് പപ്പ ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. നെജി, നീ ഇപ്പൊ തന്നെ ഒരുപാട് കൂടുതലായിട്ട് ട്രെയിനിങ് എടുക്കുന്നുണ്ട്, ഈ ശരിക്കും സ്മാർട്ടാണ്, നിനക്ക് ഒരുപാട് പവർ ഉണ്ട് എന്ന് കരുതി ഒന്നും അധികമാവാനായിട്ട് പാടില്ല.
അതിന് നെജി അവൻ തല കുനിച്ച് പപ്പയോട് താങ്ക്സ് പറയും. അതിനുശേഷം നെജിയും അവന്റെ പപ്പയും അവർ രണ്ടുപേരും ക്യാഷ്വലായിട്ട് സംസാരിച്ച് കുരുവികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഹായായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നെജി അവന്റെ പപ്പയോട് ചോദിക്കും, പപ്പയുടെ ബ്രദറിന് എന്നെ പോലെ തന്നെ ഒരു കുട്ടിയില്ലേ? അതിനാള് പറയും, ഉണ്ട്, ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ്. അവക്ക് നിന്നെ കഴിഞ്ഞും 1 വയസ്സ് കുറവാണ്. നിന്നെ പോലെ തന്നെ അവളും ഒരു ക്യൂട്ട് ചുന്ദരി പെൺകുട്ടിയാണ്. മാത്രമല്ല നാളെയാണ് അവളുടെ ബർത്ത്ഡേ. അത് കേട്ട് നെജി അവൻ ഒരുപാട് സന്തോഷത്തോടെ പറയും, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് പപ്പയ്ക്ക് അറിയോ? അതിന് പപ്പ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അപ്പ നെജി അവൻ പുറത്തേക്ക് നോക്കും. നല്ല ശക്തിയായിട്ട് പുറത്തിപ്പോ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോ അവന് ഭയങ്കര സന്തോഷാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ സെറിമണി. നമ്മുടെ കുഞ്ഞു ഹിരട്ട അവള് നല്ല പട്ടുടുപ്പൊക്കെ ഇട്ട് ചുന്ദരിയായി അങ്ങനെ നിൽക്കുകയാണ്. നെജിക്കാണെങ്കിൽ ഹിരട്ടെ ഒരുപാട് ഇഷ്ടാവും. പപ്പ അവളെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു പാവയെ പോലെയാണ് അവളുടെ മുഖം. അപ്പോഴാണ് അവന്റെ പപ്പ പറയാ, അവള് ഹെഡ് ഫാമിലിയും നീ ബ്രാൻഡ് ഫാമിലിയുമാണ്. സോ ലൈഫ് ലോങ് അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നീയാണ്. അത് കേട്ട് ഡബിൾ ഹാപ്പിയായി നെജി അവളുടെ കൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നെജിയും ഹിരട്ടയും അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് എടുക്കുകയാണ്. പക്ഷെ നെജിയുമായിട്ട് ഒരു 10 മിനിറ്റ് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഹിരട്ട അടികിട്ടി താഴെ വീഴും. അവൻ ഒരുപാട് സ്നേഹത്തോടും കരുതലോടും കൂടെ അവളെ വാരിയെടുക്കും. അവരുടെ ഫൈറ്റ് കണ്ട് ഇപ്പൊ ഹിരട്ടയുടെ പപ്പ നെജിയുടെ പപ്പയോട് പറയും, ആക്ച്വലി നെജി അവൻ ശരിക്കും സ്മാർട്ടാണ്. അവൻ ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതിന് നെജിയുടെ പപ്പ പറയും, അവനാണ് ഇനി മുതൽ ഹിരട്ടയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവൻ. അതവൻ അറിയാം. അതുകൊണ്ടാണ് അവൻ കൂടുതൽ ട്രെയിനിങ് എടുത്ത് സ്ട്രോങ് ആയി മാറിയത്. ഉടനെ ഹിരട്ടയുടെ പപ്പ അവൻ അരികിലേക്ക് വിളിക്കും, നീ ശരിക്കും മിടുക്കനാണ്. ഇത്രയും പവർ ഇത്രയും ചെറുപ്പത്തിൽ നിനക്ക് എങ്ങനെ കിട്ടി? അപ്പോഴാണ് നെജി പറയാ, എല്ലാ ദിവസവും എനിക്ക് എന്റെ പപ്പ ട്രെയിനിങ് തരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെജിയും ഹിരട്ടയും അവർ രണ്ടുപേരും പുറത്തു വന്നിരിക്കുകയാണ്. ഹിരട്ട ഒരുപാട് നിരാശയോടെ അവനോട് പറയും, എനിക്ക് ആക്ച്വലി ടൈറ്റിപ്സ് ഒന്നും പഠിക്കണ്ട. ശരിക്കും എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നെജി എന്ത് രസമായിരുന്നേനെ. എനിക്ക് ഇതുപോലെ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. അത് കേട്ട് നെജി അവൻ ഷോക്കായിട്ട് പറയും, അയ്യോ ഇല്ല, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. എന്റെ റെസ്പോൺസിബിലിറ്റി തന്നെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതല്ലേ. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് സംസാരിച്ച് മഞ്ഞൊക്കെ വീഴുന്നത് നോക്കിയിരിക്കും. കട്ട് ചെയ്ത ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നെജിയുടെ പപ്പ ആള് മരണപ്പെടും. പക്ഷെ നെജി ആണെങ്കിൽ ആ കാര്യം ഒന്നും അറിയാതെ അവന്റെ പപ്പയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഫ്യൂണറൽ ചടങ്ങിൽ വെച്ചാണ് നെജി അവന്റെ പപ്പ മരിച്ച കാര്യം അറിയുക. അവനാണെങ്കിൽ അത് താങ്ങാനാവില്ല. ഒരുപാട് വിഷമത്തില് പൊട്ടിക്കരഞ്ഞ് അവൻ പുറത്തേക്ക് പോകും. അത് കണ്ട് ഹിരട്ടയും സങ്കടപ്പെട്ട് അവന്റെ പിന്നാലെ തന്നെ വരും. ഹിരട്ടയാണെങ്കിൽ ഇപ്പൊ മുൻപോട്ടേക്ക് ഓടും. അവൾ കുറച്ചു ദൂരം ഓടുമ്പോഴേക്കും താഴെ വീഴും. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ വന്ന് അവളുടെ വിഷമം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അങ്ങനെ വിതുമ്പി കരയും. അത് കണ്ട് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അവരിപ്പോ അവളുടെ അടുത്തേക്ക് വന്ന് ഹിരട്ടയോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? നറൂട്ടോ പറയും, നീ എന്തിനാ കരയണേ? കുഴപ്പമില്ല, നിന്റെ വീട് എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ അവിടേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് വലിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അവളുടെ വീട് കണ്ട നറൂട്ടോ അവൾ ഷോക്കാവും. ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന നീയാണോ ആരുമില്ലാത്ത വിജനമായ റോഡിലിരുന്ന് പൊട്ടിക്കരഞ്ഞത്? അതിന് അവള് പറയും, അതെ, എനിക്കിപ്പോ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. നറൂട്ടോ ആണെങ്കിൽ അവളെ സേഫ് ആക്കി വീട്ടിലേക്ക് വിട്ട് ഇപ്പൊ തിരികെ ടാറ്റാ ബൈബൈ ഒക്കെ കൊടുത്ത് തിരികെ പോവും. അല്പസമയം കഴിഞ്ഞ് ഹിരട്ടയുടെ പപ്പ ആൾ ഒരുപാട് ദേഷ്യത്തില് അവളുടെ അടുത്തേക്ക് വരും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരാളായിരുന്നോ? നിന്നെ തേടി ഞാൻ എവിടെയെല്ലാം അലഞ്ഞു. നീ ഒരു കാര്യം മറക്കരുത്, നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല, ഹെഡ് ഫാമിലിയിലെ വലിയ സ്ഥാനമുള്ള ഒരു ചീഫിന്റെ മകളാണ്. അത് കേട്ട് അവള് നെജിയെയും നറൂട്ടോയെ ഓർത്ത് മുകളിൽ മഞ്ഞ് പെയ്യുന്നത് നോക്കിയിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വിബിസോ.